ലോകത്ത് വീണ്ടും യുദ്ധഭീതി പരക്കുകയാണിപ്പോൾ. റഷ്യയ്ക്കും ഇറാനുമെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നതാണ് ഇതിന് കാരണം. ഉക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറാകാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് തനിക്ക് കടുത്ത ക്ഷോഭമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. വഴങ്ങിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടാതെ ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന് ഇസ്രയേലും സ്ഥിരീകരിച്ചു. റഷ്യയെ അടക്കം കൂടെ നിർത്തി ലോക സമാധാനമായിരുന്നു ട്രംപ് തുടക്കത്തിൽ ലക്ഷ്യം വെച്ചത്. യുദ്ധമെല്ലാം അവസാനിപ്പിക്കും എന്ന് ഇലക്ഷൻ സമയത്ത് വാക്കും നൽകിയിരുന്നു. എന്നാൽ അത് നടക്കാത്ത സാഹചര്യത്തിൽ ഇറാനെ ആക്രമിച്ച് ഹൂതികളെയും ഹമാസിനെയും എല്ലാം ഒതുക്കാനാണ് അമേരിക്കയുടെ നീക്കം. ചൈനീസ് കടലിൽ തമ്പടിച്ചിരുന്ന യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ട്രംപ്. നിരവധി യുദ്ധവിമാനങ്ങൾക്ക് താവളമാകാൻ കഴിയുന്ന ഈ കപ്പലിൻ്റെ യാത്ര യുദ്ധം ഉറപ്പിച്ചു തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനെതിരെ ഏത് സമയവും അമേരിക്കൻ ആക്രമണം ഉണ്ടായേക്കാം. ഇതിനൊപ്പമാണ് റഷ്യക്കെതിരെയും ട്രംപ് നിലപാടുകൾ പറയുന്നത്. അമേരിക്കൻ ന്യൂസ് ചാനൽ നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് പുടിനെതിരെ തുറന്നടിച്ചത്. ഉക്രൈനിൽ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ അത് റഷ്യയുടെ വീഴ്ചയാണെന്നും കടുത്ത നടപടിക്ക് തങ്ങൾ മടിക്കില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതിനിടെ ആണവ കരാറിന് അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വ്യക്തമായി പറയുകയും ചെയ്തു. മധ്യസ്ഥർ വഴി ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. കരാർ ആവശ്യപ്പെട്ട് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിക്ക് അയച്ച കത്തിന് ഇറാൻ ഒമാൻ മുഖേന മറുപടി നൽകിയിരുന്നു. അമേരിക്ക സമ്മർദ്ദവും ഭീഷണിയും മുഴക്കുമ്പോൾ ചർച്ച സാധ്യമാകില്ലെന്നായിരുന്നു ഇറാൻ പറഞ്ഞത്. കരാറിന് തയ്യാർ അല്ലെങ്കിൽ യുദ്ധമെന്നാണ് ട്രംപ് പറയുന്നത്. അതിന് പിന്നാലെയാണ് യുദ്ധഭീതി സജീവമാക്കിക്കൊണ്ട് ഈ യുദ്ധക്കപ്പലിൻ്റെ പശ്ചിമേഷ്യയിലേക്കുള്ള യാത്ര. എന്നാൽ അമേരിക്ക വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ എളുപ്പമാകില്ല. ആണവ കരാറിൻ്റെ പേരിൽ ഇറാനുമായി യുദ്ധത്തിനിറങ്ങുന്ന അമേരിക്കയ്ക്ക് ഭീഷണിയായിരിക്കുകയാണ് ഇപ്പോൾ റഷ്യയുടെ രംഗപ്രവേശം. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് പോലെ നൽകിയിരിക്കുന്നത്. ഇറാൻ്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ഏപ്രിൽ 1 ഇൻ്റർനാഷണൽ അഫയേഴ്സ് ജേണലിന് നൽകിയ അഭിമുഖത്തിലാണ് സെർജി റിയാബ്കോവ് ഈ താക്കീത് നൽകിയത്. അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനവുമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ആക്രമണത്തിനെങ്ങാനും അമേരിക്ക മുതിർന്നാൽ അമേരിക്ക മൊത്തം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് സെർജി റിയാബ്കോവ് പറഞ്ഞത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യ ഇറാന് വേണ്ടി രംഗത്തിറങ്ങിയത് അമേരിക്കൻ ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടാതെ മെയ് 9 നടക്കുന്ന 80ാം വിജയദിനാഘോഷത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് റഷ്യയുടെ മുഖ്യ അതിഥിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഫാസിസത്തെ പരാജയപ്പെടുത്തിയ സോവിയറ്റ് യൂണിയൻ്റെ ആഘോഷമാണ് വിജയദിനം. ചൈനയും റഷ്യയും തമ്മിലുള്ളത് പരിധിയില്ലാത്ത പങ്കാളിത്തം തന്നെയാണെന്ന് ഇതിലൂടെ പുടിൻ ഉറപ്പിച്ചു പറയുകയാണ്. റഷ്യ ചൈന കൂട്ടുകെട്ട് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നതും അമേരിക്കയ്ക്ക് എതിരെ തന്നെയാണ്.